നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയിൽ ഫെഡറൽ സിസ്റ്റം ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആണ് നോക്കുന്നത്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് പ്രിലിംസിലും മെയിൻസിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പ്രിലിംസിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ബേസിക് പോയിന്റ്സ് ആയിരിക്കും വരിക. അതേസമയം മെയിൻസിൽ സെൻട്രൽ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ് ആയിരിക്കും നമുക്ക് വരിക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീസെൻ്റ്ലി ആർട്ടിക്കിൾ 200 ബന്ധപ്പെട്ട് സുപ്രീം കോർട്ട് ഒരു വെർഡിക്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഗവർണറിന് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട് എന്നുള്ളത്. അതുപോലുള്ള കോൺഫ്ലിക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെയിൻസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ബേസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഫെഡറൽ സിസ്റ്റം ഒരു തവണ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഐഡിയ, വാട്ട് ഈസ് ഫെഡറേഷൻ? അപ്പോൾ ഈ ഫെഡറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫെഡറേഷൻ ക്യാൻ ബി ഫോംഡ് ഇൻ 2 ways. അപ്പോൾ 2 തരത്തിലാണ് നമുക്ക് ഫെഡറേഷൻ ഫോം ചെയ്യാൻ പറ്റുന്നത്. ഈ ഫെഡറേഷൻ്റെ ആംഗിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് ഇന്റഗ്രേഷൻ ഓർ ബൈ ഡിസിൻറ്റഗ്രേഷൻ. ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഫെഡറേഷൻ ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു വലിയൊരു കൺട്രി ചെറുതായി പോയിട്ടും നമുക്ക് പറയാം. പക്ഷേ ഇന്ത്യയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഈസ് മിക്സ് ഓഫ് ബോത്ത് ഇന്റഗ്രേഷൻ ആൻഡ് ഡിസിൻറ്റഗ്രേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലത്തുള്ള റീജിയൻസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ 2 കണ്ടീഷൻസ് ആണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ കണ്ടീഷൻസിലുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ഇതിനകത്ത് ഇന്ത്യ എന്തുകൊണ്ട് ഫെഡറേഷൻ വേണം, വൈ ഇന്ത്യ റിക്വയർസ് ഫെഡറേഷൻ, ഈ ഒരു ആസ്പെക്ട് നോക്കിയാൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് ഫെഡറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഹാസ് എ ലാർജർ സൈസ്. ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്ന റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കൾച്ചറൽ, ജോഗ്രഫിക്കൽ ആൻഡ് അതിൻ്റെ ഒരു ലിംഗ്വിസ്റ്റിക്കൽ ഡിവിഷൻസ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്. ഈ ഹ്യൂജ് ആസ്പെക്റ്റിനെ എല്ലാം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവരിക, ഇന്ത്യ ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റത്തിനെ നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് സ്റ്റേറ്റുകൾക്കും അല്ലെങ്കിൽ കൾച്ചറലി ആൻഡ് ലിംഗ്വിസ്റ്റിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള റീജിയൻസിനും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്, ഫെഡറലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ദ ടേം ഫെഡറേഷൻ ഹാസ് നോവെയർ ബീൻ മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓർത്തിരിക്കുക, കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെ എന്ത് പറഞ്ഞിട്ടില്ല. ഫെഡറേഷൻ എന്താണ്, വാട്ട് ഈസ് ഫെഡറേഷൻ ഓർ ഫെഡറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് ഒരിടത്തും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ഫെഡറലിസം സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ കനേഡിയൻ മോഡൽ. ഇതെല്ലാം ബേസിക്സ് ആണ്, എന്താണെന്നുള്ളത് മാത്രം കാണാൻ പഠിച്ചിരുന്നാൽ മതി. ദാറ്റ് ഈസ് ഫെഡറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ത്യയിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് എടുത്തതാണ്, നമുക്ക് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനെന്തുണ്ട്, കനേഡിയൻ ഇതുമായിട്ട് നമുക്ക് കുറെ ഐഡിയാസ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഇൻ ഇറ്റ്സ് ഫോർമേഷനിൽ കാണാൻ പറ്റും. അവിടെ ഡിസിൻറ്റഗ്രേഷൻ ആയിരുന്നു, ഇന്ത്യയിലും ഡിസിൻറ്റഗ്രേഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രിഫറൻസ് ടു ദ വേർഡ് യൂണിയൻ, അതായത് ഒരു സെൻട്രൽ സിസ്റ്റം അല്ലെങ്കിൽ യൂണിയൻ ടിൽറ്റ് ഉള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാനഡയും ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഇൻ ഇറ്റ് സെൻട്രലൈസിങ് ടെൻഡൻസീസ്, അതായത് ഇതിനെന്തുണ്ട്, ഒരു സെൻട്രലൈസിങ് ടെൻഡൻസീസ് ഉണ്ട്. കൂടുതൽ പവേഴ്സ് ആർക്ക് കൊടുത്തിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മിക്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ത്യയുടെയും കാനഡയുടെയും ഐഡിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോത്ത് ഓഫ് ദം രണ്ടും വളരെ സിമിലർ ആയിട്ടാണ് ഈ കാര്യത്തിൽ കാണുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫീച്ചേഴ്സ് നോക്കിയേ, ഒന്ന് നമ്മളിവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡുവൽ പൊളിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സെൻട്രലിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റിലും ഒരു ഗവർണർ ഉണ്ട്. സെൻട്രലും സ്റ്റേറ്റും ഡിഫറൻഷിയേറ്റഡ് ആണ്. സെൻട്രലിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റിലും ഒരു ഗവൺമെന്റ് ഉണ്ട്. സെൻട്രലിനും ഒരു ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റിനും ഒരു ഗവൺമെന്റ് ഉണ്ട്. ഡുവൽ പൊളിറ്റി, 2 തരത്തിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ 2 ഡിഫറെന്റ് പൊളിറ്റിക്കൽ സിസ്റ്റമാണ് നമുക്ക് ഫോളോ ചെയ്യുന്നത്. രണ്ടാമത് നോക്കിയേ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് എന്തുണ്ട്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് പവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവിഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് ഷെഡ്യൂൾ 7. ഓർത്തിരിക്കുക, ഇത് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഷെഡ്യൂൾ 7 ആണ്. ഷെഡ്യൂൾ 7 എന്ത് പറഞ്ഞിട്ടുണ്ട്, ഡിവിഷൻ ഓഫ് പവറിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഡിവിഷൻ ഓഫ് പവർ, ഓരോ സെക്ടറും, അതായത് സെൻട്രൽ എന്താ ചെയ്യേണ്ടത്, സ്റ്റേറ്റ് എന്താ ചെയ്യേണ്ടത്, അത് രണ്ടുപേർക്കുമുള്ള ഫങ്ഷൻസ് എന്താണെന്ന് ഡിവൈഡ് ചെയ്ത് എവിടെ കൊടുത്തിട്ടുണ്ട്, ഷെഡ്യൂൾ 7 കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത എന്താണ്, 4ാമത്തത് സൂപ്രമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് വളരെ കോറിലേറ്റ് ചെയ്ത് വരുന്ന ഐഡിയ ആണ് supremacy of constitution, which means that the constitution of India is supreme. It is not parliament, it is not executive. India എന്താണ് supreme ആയിട്ടുള്ളത്, the supremacy can be observed in the case of constitution. Written constitution ആണ് ഇന്ത്യയിലെ supreme ആയിട്ട് വരുന്നത്.
ഇപ്പോൾ UK എടുക്കുകയാണെന്നുണ്ടെങ്കിൽ UK പാർലമെന്ററി സൂപ്രമസി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ സൂപ്രമസി ആണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഫിഫ്ത്ത് വൺ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സാണ്. ശരിക്കും ഈ പറയുന്ന ഫെഡറലിസ്റ്റിക് പ്രിൻസിപ്പിൾസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത് എപ്പോഴും ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഇത് റിജിഡ് ആണ്, അതായത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫെഡറൽ പ്രിൻസിപ്പിൾസ് അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് അമെൻഡ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. സുപ്രീം കോർട്ടോ അല്ല പാർലമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫെഡറൽ സിസ്റ്റംസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അമെൻഡ് ചെയ്ത് മാറ്റാനുള്ള പോസിബിലിറ്റി ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണ്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്താണ്? ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്, ജുഡീഷ്യറി എപ്പോഴും ഒരു ഗവൺമെന്റിന്റെ അടിയിലോ അല്ലെ ഒരു ഗവൺമെന്റ് പറയുന്ന പോലെ വർക്ക് ചെയ്യാനുള്ളൊരു ഏജൻസി അല്ല. അതായത് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ളപ്പോൾ സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഈ വളരെ റീസെന്റ് നടന്ന ആർട്ടിക്കിൾ 200ന്റെ വെർഡിക്റ്റ്, നമുക്കത് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കണം. നമുക്കത് പിന്നെ പഠിക്കാം, ഗവർണർ വരുന്ന സമയത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇത് ഓർത്തിരിക്കുക, ഇത് നിങ്ങൾ വായിച്ച് പഠിക്കുന്നതാണ്. കറണ്ട് അഫയേഴ്സിൽ വരുന്ന എല്ലാ ടോപ്പിക്സും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ വായിച്ചിരിക്കണം. അതിലൊരെണ്ണമാണ് ആർട്ടിക്കിൾ 200, ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. അതുപോലെ തന്നെ ബൈക്യാമറലിസം. എന്താണ് ബൈക്യാമറലിസം, ഓർ വാട്ട് യു മീൻ ബൈ ബൈക്യാമറലിസം? നമുക്ക് ലോക്സഭ ആൻഡ് രാജ്യസഭ ഈ ഡിഫറൻസിയേഷൻ, അല്ലെങ്കിൽ സെന്ററിൽ നമുക്ക് എന്തുണ്ട്, ലോക്സഭ ഹൗസ് ഓഫ് പീപ്പിളും ഉണ്ട്, അതുപോലെ തന്നെ രാജ്യസഭ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റും ഉണ്ട്. അതായത് സ്റ്റേറ്റിന്റെ ഒരു റെപ്രസെന്റേഷൻ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെൻട്രൽ പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേച്ചറിൽ കൊടുത്തിട്ടുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് എപ്പോഴും സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ആയപ്പെടും എന്നുള്ളതാണ് അവിടുത്തെ കൺസിഡറേഷൻ. ഇനി അതേസമയം ഇതെല്ലാം നമ്മൾ പോസിറ്റീവ് സൈഡിൽ ഫെഡറലിസത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് സ്റ്റേറ്റിനും സെൻട്രലിനും റോൾ ഉണ്ട്, സ്റ്റേറ്റിൽ കൂടുതൽ പവേഴ്സ് കൂടുതലുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതേസമയം ഇന്ത്യ പോലുള്ള സ്റ്റേറ്റ്സ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യ പോലത്തുള്ള കൺട്രീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് യൂണിറ്ററി ഫീച്ചേഴ്സ് കാണാം. അതായത് സെന്ററിന് കൂടുതൽ പവർ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കാണുന്ന റീജിയൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്ട്രോങ് സെന്റർ അല്ലെ, ഇപ്പൊ കൂടുതൽ പവർ ആർക്കാണ്? ഡിഫൻസ് സെന്ററിന്റെ കയ്യിലാണ്. ഇപ്പം റീസെന്റ് നടന്ന അറ്റാക്കുകൾ നോക്കി, എല്ലായിടത്തും പവർ ആർക്കാണ്? സ്റ്റേറ്റ് അല്ല തീരുമാനം എടുക്കുന്നത്. ഇറ്റ് ഈസ് ദ ഡിസിഷൻ ഓഫ് സെന്റർ, സ്ട്രോങ് സെന്റർ. സെന്ററിന് കൂടുതൽ പവർ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് നോട്ട് ഇൻഡിസ്ട്രക്റ്റബിൾ, അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ആർ ഡിസ്ട്രിക്റ്റബിൾ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണിത്. ആർട്ടിക്കിൾ 3 എടുത്തപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു? സ്റ്റേറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പാർലമെന്റിന് ഒറ്റയ്ക്ക് പറ്റും. നേരത്തെ നമ്മൾ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് സ്റ്റേറ്റിന് എന്തില്ല? ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഇല്ല. എന്തില്ല? ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഇല്ല. വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ യൂണിറ്ററി സിസ്റ്റം. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നേരത്തെ നമ്മൾ റിജിഡിറ്റി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വരുന്നത് എന്താണ്? ഫ്ലെക്സിബിലിറ്റി ആണ്. ദ ഫ്ലെക്സിബിലിറ്റി വിച്ച് മീൻസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തല്ല, എപ്പോഴും റിജിഡായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ചില കണ്ടീഷൻസിൽ യൂണിയന് മാത്രം അല്ലെങ്കിൽ പാർലമെന്റിന് മാത്രം തീരുമാനിക്കാൻ പറ്റുന്ന ചേഞ്ചുകളുണ്ട്. എല്ലാ കണ്ടീഷൻസിലും എന്തില്ല? സ്റ്റേറ്റിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. അതുപോലെ തന്നെ നോ ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റ്സ് റെപ്രസെന്റേഷൻ. ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് രാജ്യസഭയുടെ റെപ്രസെന്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ബൈക്യാമറൽ ആണ് എന്ന് പറഞ്ഞു. ഇപ്പൊ കേരളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 9 രാജ്യസഭാ മെമ്പേഴ്സ് ആണ് വരുന്നത്. പക്ഷേ UP എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു 4 times നമുക്ക് കാണാൻ പറ്റും. അതൊരു 35-36 മെമ്പേഴ്സിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതായത് ഇവിടെ എന്തുണ്ട്? ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റ് റെപ്രസെന്റേഷൻ. എല്ലാ സ്റ്റേറ്റ്സിനും എന്തില്ല? ഒരു ഈക്വൽ റെപ്രസെന്റേഷൻ ഇല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ US എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റേറ്റ്സിനും അതിന്റെ അപ്പർ ഹൗസിലോട്ട് 2 മെമ്പേഴ്സിനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പർ ഹൗസിലോട്ട് 2 മെമ്പേഴ്സിനെയാണ് അവിടെ പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ 2 മെമ്പേഴ്സിനെ കൊടുക്കുമെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇന്ത്യക്ക് എന്തില്ല? ഇക്വാലിറ്റി ഇല്ല. അതുപോലെ തന്നെ എമർജൻസി പ്രൊവിഷൻസ്. ഇപ്പോൾ വാർ വരുന്നുണ്ട് എന്നുള്ള ഡിസ്കഷനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് നാഷണൽ എമർജൻസി. നമ്മൾ സെപ്പറേറ്റ് പഠിക്കും നാഷണൽ എമർജൻസി. ഈ നാഷണൽ എമർജൻസി വരുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാം? അവിടെ കൂടുതൽ പവേഴ്സ് സെന്ററിന് വരാം. അതായത് സ്റ്റേറ്റിന്റെ പവറിനെ ഓവർറൈഡ് ചെയ്ത് ആർക്ക് വരാം? സെന്ററിന് വരാൻ പറ്റും. അതുപോലെ തന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. US എടുക്കുകയാണെങ്കിൽ ഡുവൽ സിറ്റിസൺഷിപ്പ് ആണ്. ഇന്ത്യയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. ഡുവൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? സെന്ററിന്റെ സിറ്റിസൺഷിപ്പ് ഉണ്ട്, സ്റ്റേറ്റിന്റെ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ US പേഴ്സൺ ഓഫ് US, അതേസമയം എന്തുണ്ട്? എ സിറ്റിസൺ ഓഫ് ന്യൂയോർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റും അവിടെ വരുമായിരിക്കും. പക്ഷേ ഇന്ത്യക്ക് സിറ്റിസൺ ഓഫ് കേരള എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ല. വി ഹാവ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി. ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷെ പ്രശ്നം എന്താണ്? ഈ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി പല സമയത്തും ഇന്റഗ്രേറ്റഡ് ആണ്. പല സമയത്തും നല്ല എല്ലാ സമയത്തും ഇന്റഗ്രേറ്റഡ് ആണ്. അതായത് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്,
അതുപോലെ തന്നെ ലോവർ കോർട്സ്. ഇതിനകത്ത് എന്തില്ല, സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സിസ്റ്റം ഇല്ല. പക്ഷെ എവിടെ ഉണ്ട്, US-ൽ നമുക്ക് സ്റ്റേറ്റിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. സ്റ്റേറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സിസ്റ്റം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ഓഡിറ്റ് മെഷീനറി, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ഇലക്ഷൻ മെഷീനറി, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എല്ലാം എന്താണ്, ഇന്റഗ്രേറ്റഡ് ആണ്. ഇത് സ്റ്റേറ്റിന് വേണ്ടി സെപ്പറേറ്റ് ഏജൻസീസിനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ പ്രശ്നം എന്താണ്, പല സമയത്തും സെൻട്രലിന്റെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവും, സ്റ്റേറ്റിന്റെ പോളിസി മേക്കിംഗിൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ CAG ഇൻവോൾവിംഗ് ഇൻ ദി സ്റ്റേറ്റ്സ് അഫയേഴ്സ്, അത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ്. നമ്മൾ ഇനി അടുത്ത സെക്ഷൻ എത്തുമ്പോൾ നമ്മളത് പഠിക്കും. പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞു ഷെഡ്യൂൾസ് ഉണ്ട്, ഡിവിഷൻസ് ഉണ്ട്, പവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ് ആർക്ക് ലോ ഉണ്ടാക്കാൻ പറ്റും, പാർലമെന്റിന് ലോ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗവർണർ എന്ന് പറയുന്നത് ഒരു ഇലക്ടഡ് മെമ്പർ അല്ല, ഗവർണർ ഇസ് എ അപ്പോയിന്റഡ് ഓഫീസർ, അല്ലെങ്കിൽ ഒരു അപ്പോയിന്റഡ് ഓഫീസാണ്. സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഓഫീസാണ്. അതായത് ഗവർണറിന് കൂടുതൽ ചായ്വ് ആരോടുണ്ടാവാം, സെൻട്രൽ ഗവൺമെന്റിനോട് ഉണ്ടാവാം. അതുപോലെ തന്നെ വീറ്റോ ഓവർ സ്റ്റേറ്റ് ബിൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 200, ഗവർണർ ക്യാൻ റിസർവ് എ ബിൽ ഫോർ ദ അസെന്റ് ഓഫ് പ്രസിഡന്റ്. അവിടെ എന്തുണ്ട്, സെൻട്രൽ ഗവൺമെന്റിന് കൂടുതൽ റോൾസ് കിട്ടി തുടങ്ങുവാണ്. ഓക്കെ, ക്ലിയർ ആയോ ഈ പറഞ്ഞ ഐഡിയ? ഈ ലിസ്റ്റ് കാണാതെ പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിലിംസിന് ചോദിക്കുക ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും. മോസ്റ്റ്ലി പ്രിലിംസിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ഇതാണ്.